അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദ്വാനില്ലാഹി അമ്മാ ബഅദ്. സ്നേഹ സഹോദരങ്ങളെ, ആമുഖമൊന്നും നീട്ടാതെ ഈ പുണ്യമാക്കപ്പെട്ട സദസ്സിൽ ബറക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഒരു 5 മിനിറ്റ് പറയാമെന്ന് മാത്രം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇവിടെ സന്നിഹിതരായത് ബഹുമാനപ്പെട്ട പ്രശസ്ത പണ്ഡിതനും വാഗ്മിയുമായ ഖാദിമുൽ ഹജ്ജാജ് എന്ന പേരിൽ ഞങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട റിയാസ് ഫൈദിയുടെ വീട്ടിലാണ്, അങ്കണത്തിലാണ്. ബഹുമാനപ്പെട്ടവരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളിലേക്ക് ഈ സദസ്സിന്റെ ബറക്കത്തിന് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. മുത്തനബിയുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗ സമാനമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മഹാനരുടെ അമ്മോഷൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്ന കരീം ഉസ്താദ് ഈയിടെ ഈ അടുത്താണ് വഫാത്തായത്. അള്ളാഹു മഹാനരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. മഹാനരുടെ ഹസനാത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ ഇവിടെ എല്ലാ വർഷവും നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് അദ്ദേഹത്തിന്റെ വിടവ് നമുക്ക് നികത്താനാകാത്തൊരു വിടവ് തന്നെയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ്സിന്റെ സന്തോഷം മഹാനരുടെ ഖബറിലേക്ക് ഇങ്ങനെ നോക്കിക്കാണുന്ന വിധം അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അതുപോലെ റിയാസ് ഫൈദിയുടെ അമ്മായിമ്മയും മരണപ്പെട്ട ഖബറിലാണ്. അള്ളാഹു അവരുടെ ഖബറും പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെ എല്ലാവരെയും അള്ളാഹു മുത്തുനബിയുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. റസൂലുള്ളാഹിന്റെ കൂടെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടുന്നതിലേക്കുള്ള ഒരു കവാടമായി, ഒരു വാതിലായി, ഒരു വസീലയായി ഈ സദസ്സിനെ അള്ളാഹു പൊരുത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്താണ്. അതിലും വലിയ നിഅമത്ത് മറ്റൊന്നില്ല നമുക്ക്. നമ്മെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തെക്കാൾ പോലും നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടതും വേണ്ടപ്പെട്ടതും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് പരിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. ഖുർആൻ പറഞ്ഞതാണ്, അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ ഏറ്റവും കടപ്പെട്ടതും വേണ്ടപ്പെട്ടതും അടുപ്പമുള്ളതും അഷ്റഫുൽ ഖൽഖ് തങ്ങളോടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്തുകൊണ്ടാണത്? നമുക്കറിയാം, അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകളെ ഓർക്കുക എന്നുള്ളത് പുണ്യാണ്. അള്ളാഹു നമുക്ക് തന്ന നിഅമത്ത്, ഇപ്പോൾ നമ്മുടെ ജന്മം, നമ്മുടെ ജീവിതം, നമ്മുടെ വായു, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ ശരീരം, നമ്മുടെ അറിവ്, നമ്മുടെ മക്കള്, ഭാര്യ, എല്ലാം അള്ളാഹുവിന്റെ നിഅമത്താണ്. പക്ഷേ അള്ളാഹു നൽകിയ നിഅമത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കണം, അതിനെ നിങ്ങൾ ഓർക്കണം. പക്ഷേ അല്ലാഹു തആല തന്ന ഏറ്റവും വലിയ നിഅമത്തായ അഷ്റഫുൽ ഖൽഖ് തങ്ങളെ കുറിച്ച് ഓർക്കൽ ഏറെ അനിവാര്യമായതാണ്. പ്രത്യേകിച്ച് റബീഉൽ അവൽ മാസം വിട പറയാൻ നേരത്ത്. ഇത് ഇത്ര വൈകാൻ കാരണം ബഹുമാനപ്പെട്ടവര് റിയാസ് ഫൈദി മക്കയിലും മദീനയിലുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും. ഏകദേശം ഒരു 3-4 ദിവസം മുമ്പാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. അതുകൊണ്ടാകണം ഇത്തിരി വൈകിയത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹു തആല മഹാനരുടെ സേവനങ്ങളൊക്കെ അല്ലാഹു തആല വിലമതിക്കാനാകാത്തതായി ആഖിറത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി അല്ലാഹു പരിഗണിക്കുമാറാകട്ടെ എന്നീ സന്ദർഭത്തിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ആ രംഗത്തുള്ള സേവനം വളരെയേറെ തുല്യതയില്ലാത്തൊരു സേവനമാണ്. പണ്ഡിതന്മാർക്ക് ഞങ്ങൾക്കൊക്കെ അറിയാമത്. അതിരിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി എന്നുള്ള വലിയ ആയത്താണ്. അതിൽ അല്ലാഹു പറയുന്നു, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് നൽകിയതല്ല, വലിയ മിന്നത്ത് നൽകിയിരിക്കുന്നു എന്നാണ്. നിഅമത്തും മിന്നത്തും തമ്മിലുള്ള മാറ്റം എന്താ അറിയോ? നിഅമത്ത് എന്ന് പറയാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ ചെറുതായ കാര്യങ്ങളെല്ലാം ഒക്കെ നിഅമത്തിന്റെ പട്ടികയിൽ നമുക്ക് പെടുത്താം, ചെറുതും വലുതുമായ. അങ്ങനത്തെ ഒരു 10,000 കോടി നിഅമത്തുകളെ ചേർത്ത് വെച്ചാൽ എത്രയുണ്ടാകുമോ അതിനാണ് മിന്നത്ത് എന്ന് അറബി പറയാം. അപ്പൊ റസൂലുള്ളാഹിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിടത്ത് ലഖദ് അൻഅമല്ലാഹു അലൽ മുഅ്മിനീന എന്നല്ല പറഞ്ഞത്. മുഅ്മിനീകൾ അല്ലാഹു നിഅമത്ത് ചെയ്തു എന്നല്ല പറഞ്ഞത്. ലഖദ് മന്നല്ലാഹു 10,000 കോടി നിഅമത്തിനെ ഒപ്പം ഒരുമിച്ച് കൂട്ടി വെച്ചാൽ അതെത്ര വലിയ നിഅമത്താണോ അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ.
അങ്ങനെയാണ് റസൂലുള്ളാഹിനെ അള്ളാഹ് വിശേഷിപ്പിച്ചത്. അള്ളാഹ് എവിടെ ഉണ്ടോ അവിടെ റസൂലുള്ളാഹ് ഉണ്ടല്ലോ. തുടക്കം തൊട്ടേ അങ്ങനെ തന്നെ അള്ളാഹു തആല ചേർത്തി വെച്ചു. എവിടെ അള്ളാഹിനെ പറയുന്നോ അവിടെ റസൂലുള്ളാഹിനെ പറഞ്ഞിരിക്കണം. അത് അള്ളാഹു നിയമമാക്കിയതാണ്. ചരിത്രത്തിൽ കാണാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ബഹുമാനപ്പെട്ടവരുടെ തൗബ കബൂലാകാൻ വേണ്ടി ഒരുപാട് കാലം കണ്ണീര് വറ്റാതെ ദുആ ചെയ്ത് നടന്നതായി. അവസാനം ബഹുമാനപ്പെട്ട ആദം നബി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തഗ്ഫിറ ലി ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യ മനുഷ്യനും ആദ്യ നബിയും ആദം നബിയാണ് നമുക്കറിയാം. പക്ഷെ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ നൂറാണ് അള്ളാഹു ആദ്യം പഠിച്ചത്. അത് ഇരിക്കട്ടെ. അപ്പൊ ആദം നബി റബ്ബിനോട് ദുആർക്കാണ്, പഠിച്ചോനെ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ, എന്നിൽ വന്ന പാകപ്പഴവ് മാപ്പാക്കി തരണേ. അപ്പൊ സ്വാഭാവികമായും അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഭൗതിക സ്വഭാവത്തോടു കൂടി അള്ളാഹു തആല കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പൊ അള്ളാഹ് ചോദിച്ചു ആദം നബിയോട്, കൈഫ അറഫ്ത മുഹമ്മദാ, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എനിക്ക് പുറത്തു തരണേ എന്ന് ഇപ്പൊ പറയണമെങ്കിൽ മുഹമ്മദ് നബി എന്നിലേക്ക് ഏറ്റവും അടുത്തവരാണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് അള്ളാഹ് ചോദിച്ചു. അപ്പൊ ആദം നബി പറഞ്ഞു, റബ്ബേ, ഞാൻ സ്വർഗത്തിൽ വന്നതിൽ പിന്നെ എവിടെ നോക്കിയാലും എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊട്ടടുത്ത് കാണാൻ കഴിഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഞാൻ നോക്കി, കണ്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൊട്ടടുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. പഴങ്ങളിൽ, ഫലങ്ങളിൽ, ഇലകളിൽ, പ്രധാന കേന്ദ്രങ്ങളിൽ എല്ലാം ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടെയുണ്ടോ തൊട്ടടുത്ത് കാണാൻ കഴിഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, നിന്റെ പേരിലേക്ക് നീ ചേർത്ത് എഴുതി വെച്ചിട്ടുള്ള ഈ പേരാണ് ഏറ്റവും മുന്തിയ പേര്. അവരെ പിടിച്ചാൽ എനിക്ക് രക്ഷപ്പെടാം. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എനിക്ക് പുറത്തു തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണമെന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ. അള്ളാഹ് അങ്ങനെയാ, എവിടെ അള്ളാനെ പറഞ്ഞോ അവിടെ റസൂലുള്ളാഹിനെ പറയാതിരിക്കൂല. ആദം നബി അന്ന് തുടങ്ങിയ റസൂലുള്ളാഹിന്റെ മഹിമ എത്രത്തോളം ഉണ്ട് എന്ന് ഈ സമുദായത്തിന് പഠിപ്പിച്ചു തരാൻ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എനിക്ക് പുറത്തു തരണേന്ന് അന്ന് ദുആ ചെയ്യുമ്പോ അപ്പൊ ആരാകണം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹിന്റെ ഉയർച്ചയുടെയും വളർച്ചയുടെയും ഒക്കെ പിന്നിലുള്ളത് അല്ലാഹ് മാത്രാണ്, പടപ്പുകളല്ല. അതാ പ്രത്യേകത. സംഘടനയല്ല. മുഷ്ടിവാരിലേക്ക് എറിഞ്ഞ് മുദ്രാവാക്യം മുഴക്കി ധീരതയോടെ നയിച്ചോളൂ നേതാവേ, ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞ് മക്കക്കാര് നേതാവാക്കിയ ആളല്ല നമ്മുടെ ഈ സദസ്സിന്റെ കഥാപാത്രം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് റസൂലുള്ളാഹിന്റെ വളർച്ചയിലും ഉയർച്ചയിലും നിസ്തുലമായ പങ്ക് രാജാധിരാജനായ റബ്ബ് തന്നെയാണ്. ലമ്മൽ ഇലാഹു സമൻ നബിയ്യ മഅസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീൻ അഷ്ഹദു. എവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ, അവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി ഉണ്ട്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി ഉണ്ട്. അത് അല്ലാഹു ചേർത്തി വെച്ചതാ, അല്ലാഹ് അങ്ങനെ ആക്കി വെച്ചതാ. ഇനി അതിനെ പിരിക്കാൻ, വേർപെടുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമാകാത്ത വിധം അല്ലാഹു റസൂലുള്ളാഹി തങ്ങളെ ഉയർത്തിപ്പോയി, ചേർത്തുപോയി. അലം നശ്റഹ് ലക സദറക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക. ഖുർആൻ പറഞ്ഞു, നബിയേ, അങ്ങയെ പറയലിനെ, സ്മരിക്കലിനെ, പാടലിനെ, മൗലൂദ്, ഇത്തരം സദസ്സുകള്, ഇതിനെയൊക്കെ നമ്മൾ വല്ലാതെ ഉയർത്തിയിരിക്കുന്നു. എവിടെ അള്ളാനെ പറഞ്ഞോ അവിടെ റസൂലുള്ളാഹിനെ പറയുന്നതാണ് അതിന്റെ ഒരു തഫ്സീർ. അങ്ങയുടെ നാമം പറയുക, അതിനുവേണ്ടി മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുക, അതിനുവേണ്ടി സ്റ്റേജ് കെട്ടുക, പേജിൽ എഴുതുക, അതിനുവേണ്ടി ഒരുമിച്ച് കൂടുക എന്നുള്ളത് വലിയ മഹത്വമുള്ള സംഗതിയാണ്. എന്നാണ് അതിന്റെ ഒരു തഫ്സീർ. എവിടെ അള്ളാഹ് എന്നെ പറയപ്പെടുന്നുണ്ടോ അവിടെ നിങ്ങളുണ്ടാവും, ഇല്ലാതിരിക്കൂല. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് അല്ലാഹു തആല റസൂലുള്ളാഹിനെ എത്ര കരുതലോടെയാണ്, സ്നേഹത്തോടെയാണ്, തലോടലോടെയാണ് റസൂലുള്ളാഹിനെ അല്ലാഹു പരിഗണിച്ചത് എന്ന് കാണാൻ സാധിക്കും. എങ്ങനെ? ഖുർആനിൽ 25 നബിമാരെ പേര് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഈ 25 പ്രവാചകന്മാരിൽ ഖുർആനിൽ അല്ലാഹു തആല നേരിട്ട് വിളിച്ചിടത്തൊക്കെ മറ്റു നബിമാരെയൊക്കെ നേരിട്ട് പല രീതികളിൽ അല്ലാഹു വിളിച്ചിട്ടുണ്ട്, പല സന്ദർഭങ്ങളിൽ വിളിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അല്ലാഹു തആല അവരുടെ പേരാണ് സംബോധന ചെയ്തത്, പേരാണ് വിളിച്ചത്. ഉദാഹരണം, ആദം നബിയെ വിളിച്ചത് പല സ്ഥലങ്ങളിലുണ്ട്. ഉദാഹരണത്തിന്, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദം നബി, ഞങ്ങളും ഭാര്യയും സ്വർഗ്ഗത്തിൽ താമസിച്ചോളൂ. അവിടെ അല്ലാഹു തആല ആദം നബിയെ വിളിച്ചത് എങ്ങനെ? യാ ആദം.
ഇബ്രാഹിം നബിയെ വിളിച്ചതുണ്ട്, യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ. അവിടെ എങ്ങനെ വിളിച്ചത്? യാ ഖലീലല്ലാഹ് എന്നല്ലല്ലോ, യാ ഇബ്രാഹിം, നബിന്റെ പേരാ വിളിച്ചത്. അതേപോലെ തന്നെ മൂസാ നബിയെ വിളിച്ചിട്ടുണ്ട്, യാ മൂസാ ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ഓ മൂസ, യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ. അല്ലാഹു തആല ഈസാ നബിയെ വിളിച്ചു, യാ സക്കരിയ ഖുദിൽ കിതാബ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ. സക്കരിയ നബിയെ വിളിച്ചു, യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ. യഹ്യാ നബിയെ വിളിച്ചു. ഇങ്ങനെ എല്ലാ നബിമാരെയും വിളിച്ചെടുത്ത് അല്ലാഹു തആല അവരുടെ പേരെടുത്താ വിളിച്ചത്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചെടുത്ത് ഒരിക്കൽ പോലും ഒരിടത്ത് പോലും യാ മുഹമ്മദ് വിളിച്ചില്ല, പേര് പറഞ്ഞില്ല. പകരം യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. യാ അയ്യുഹൻ നബി, എന്തൊരു പിരിശത്തിൽ, എന്തൊരു സ്നേഹത്തിലാ അല്ലാഹു പരിഗണിച്ചത്. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക്. മറ്റൊരായത്ത്, ഓ റസൂലേ, ഓ തിരുദൂതരേ. യാ അയ്യുഹൽ മുസ്സമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ, യാസീൻ, ത്വാഹ. ഇങ്ങനെയാണ് റസൂലുള്ളാഹിനെ വിളിച്ചത്. എന്താ മാറ്റം? പരിഗണന, സ്നേഹം, റസൂലുള്ളാഹിനോടുള്ള ആദരവ് അല്ലാഹു പ്രകടമാക്കി തരിക ഖുർആനിലൂടെ നമുക്ക്. മറ്റെല്ലാവരെയും നമ്മൾ പേരെടുത്ത് വിളിക്കുക. കൂടുതൽ സ്നേഹമുള്ളവരെ നമ്മളെങ്ങനെ മക്കളെ വിളിക്കുക? കുഞ്ഞോനെ, മോളുട്ടിയെ, മറ്റേതൊക്കെ പാത്തുമ്മ, ഇവിടെ അതാ വിളിയിലുള്ളൊരു മാറ്റം നോക്കാണ് നിങ്ങള്. അതാണ്. മറ്റു പ്രവാചകന്മാർ മോശമല്ല, പരിശുദ്ധരാണ്. പക്ഷേ സംബോധനയിൽ അല്ലാഹു തആല എല്ലാവരുടെയും നാമം തന്നെ ഉപയോഗിച്ചപ്പോ റസൂലുള്ളാഹിന്റെ നാമം പോലും അല്ലാഹു ഉപയോഗിക്കാതെ വല്ലാത്ത മികവും തികവും വല്ലാത്തൊരു ലാളിത്യവും സ്നേഹവും ആദരവും ബഹുമാനവും റസൂലുള്ളാഹിക്ക് കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇങ്ങനത്തെ സദസ്സിൽ ഇപ്പൊ ദൂരം ഞാൻ വരുന്നത് മഞ്ചേരിയിലാണ്, ഇനി തിരൂറിന് വരുന്നതിന് വരെ ഉണ്ട് റിയാസ് ഫൈദിന്റെ ഈ സദസ്സിലേക്ക്. എന്തിനു വേണ്ടിയാ? റസൂലുള്ളാഹി തങ്ങളെ പാടി പറയുന്ന സദസ്സ് മുബാറക്കായ സദസ്സാണ്, അത് ബറക്കത്തുള്ള സദസ്സാണ്. നമ്മളിവിടെ വരിക വഴി ഒരു മനസ്സിന് സമാധാനം, ഒരു നവോന്മേഷം, ഒരു പുത്തൻ ഉണർവ്, ഇതെല്ലാം ഈ സദസ്സിന്റെ സൗഭാഗ്യങ്ങളാണ്. ഈ സദസ്സ് വിളയിക്കുന്ന വിഭവങ്ങളിൽ ചിലത് മാത്രമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിച്ചു കിട്ടിയ അതാണ് നമ്മുടെ പ്രത്യാശ, നമ്മുടെ തേട്ടം. റസൂലുള്ളാഹി പ്രാർത്ഥിക്കുമല്ലോ നമുക്ക് വേണ്ടി ഓരോ വെള്ളിയാഴ്ച രാവിലും. എന്റെ ഉമ്മത്തിന് വെള്ളിയാഴ്ച രാവ് കൂടിയാണ്, അതുകൂടി കൂട്ടി പറയണം. അൽഹംദുലില്ലാഹ്, ഓരോ വെള്ളിയാഴ്ച രാവിലും എന്റെ ഉമ്മത്തീങ്ങളുടെ അമലി എനിക്ക് ഒഴിവാക്കപ്പെടും. നല്ലത് ഞാൻ കാണുമ്പോ അഹ്മദുല്ലാഹ്, അല്ലാഹനെ ഞാൻ സ്തുതിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്റെ ഉമ്മത്തീങ്ങൾ ചെയ്തത് കണ്ടാൽ അസ്തഗ്ഫിറുല്ലാഹ ലഹും, ഞാൻ എന്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടി ദുആ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹി നമുക്ക് വേണ്ടി കാവലിന് ചോദിക്കുന്ന സദസ്സാണ് ഈ സദസ്സ്. റസൂലുള്ളാഹി നമുക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവോട് പറയുന്ന സദസ്സാണ് ഈ സദസ്സ്. റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ വൈഷമ്യങ്ങൾ പടച്ച റബ്ബിനോട് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇടപെടുന്ന സദസ്സാണ് ഈ സദസ്സ്. ഇത്തരം സദസ്സുകൾ അല്ലാഹു നമ്മെ, ഇവിടെ വന്ന നമ്മയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിലും ഉമ്മത്തീങ്ങളിലും അല്ലാഹു പെടുത്തി തരുമാറാകട്ടെ. റിയാസ് ഫൈദി ഉസ്താദ് അവർക്ക് ഇനിയിപ്പോ ഈ 19-ാം തീയതി ബഹുമാനപ്പെട്ടവര് പോവുകയാണ്. ഒരു മാസത്തിൽ എപ്പോഴും ഒരു തവണ കൂടുതൽ ഇങ്ങനത്തെ ഒരു ഭാഗ്യം ഞങ്ങൾ മൂല്യമാർക്കടി ഞങ്ങൾ മൂപ്പർ അറിയണോലൊക്കെ എന്താ പറയാ, റജുലും മുവഫഖുൻ, ആലിമും മുവഫഖുൻ എന്നാ ഞങ്ങൾ പറയല്. ഒരു തൗഫീഖ് നൽകപ്പെട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകണല്ലോ. അങ്ങനത്തെ ഒരു വലിയ ഒരു ഉസ്താദാണ്, പണ്ഡിതനാണ് എന്നാണ് ഞങ്ങൾ ഓമന പേര് പറയല്. അത്രക്കുമാണ്. അൽഹംദുലില്ലാഹ്. ഒരു മാസത്തില് 15 ദിവസം അവിടെ 15 ദിവസം ഇവിടെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം. അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ആഫിയത്തും ദീർഘായുസും അല്ലാഹു വർദ്ധിപ്പിച്ച് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഭാര്യ മക്കളിലും പേരമക്കളിലും അല്ലാഹു ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും അഭിവൃദ്ധിയും തുമഅനീനത്തുൽ ഖൽബും എല്ലാം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ സദസ്സിൽ അദ്ദേഹത്തിന്റെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള നമ്മെ മുഴുവനും അല്ലാഹു തആല അംഗീകരിച്ച് പൊരുത്തപ്പെട്ട് ഉയർത്തി തരുമാറാകട്ടെ രണ്ട് ലോകത്തും എന്ന് പ്രാർത്ഥിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.